ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അത് നീ ഉടനെ ഒരു കല്യാണം കഴിക്കണം. വാട്ട്? അച്ഛൻ തമാശ പറയാണോ? കല്യാണം എന്ന് പറയുന്ന ഒരു തമാശയാണോ മോനെ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അച്ഛാ, ഐ ആം ജസ്റ്റ് 27. ഞാനെന്തിനിപ്പോൾ കല്യാണം കഴിക്കണം? ബിക്കോസ് ഇത് നീ ചോദിച്ചു വാങ്ങിയതാ. നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ നീ ഞങ്ങളെ വിട്ട് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മാത്രം ഇഷ്ടം നോക്കി നീ അകന്നകന്ന് പോകുമ്പോൾ വേദനിക്കുന്ന 2-3 ഹൃദയങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നീ? എല്ലാ വൈകുന്നേരവും വഴിക്കണ്ണുമായിട്ട് മകനെ കാത്തിക്കുന്ന ഒരു അമ്മയുടെ ഉണ്ടെന്ന് എനിക്കറിയോ? റോഡിലൂടെ പോകുന്ന ഓരോ ബൈക്കിന്റെ ശബ്ദവും നിന്റെ ബൈക്കിന്റെ ശബ്ദമാണോ ശ്രദ്ധിച്ചോണ്ട് ഉറങ്ങാൻ നേരം വെളുപ്പിക്കുന്ന ഒരു അച്ഛനറിയോ നിനക്ക്? കൂട്ടുകാരോടൊക്കെ വീരശൂരപരാക്രമിയായ ഏട്ടനെ കുറിച്ച് വീമ്പ് പറഞ്ഞിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അനിയനുണ്ട് നിനക്ക്. ഞങ്ങളൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതൊന്നും നീ കാണില്ല. അതെങ്ങനെയാ? നിന്റെ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. പലയിടത്തും അയാളുടെ വാക്കുകളിടറി. കാശി ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. കരച്ചിൽ സീലുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ ദേവി സാരി തലപ്പുകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. നാളെ പെണ്ണ് കാണാൻ പോണം. അച്ഛാ, നിനക്ക് എതിർക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയെ നോക്ക്. അവളുടെ കണ്ണീര് കണ്ടിട്ട് പറ. ഇന്ന് വരെ നിന്നെ ഞങ്ങൾ തടയായിരുന്നു. എവിടെ പോയാലും തിരിച്ച് നീ ഞങ്ങളിലേക്ക് തന്നെ വരുന്ന ഇരുത്തിയിട്ടാ. പക്ഷേ ആ വിശ്വാസം നീ തകർത്തു. ഇനി നിനക്കൊരു അവസരമില്ല കാശി. എന്തു വേണം നന്നായിട്ട് ആലോചിക്കുക. പറ്റില്ല എന്ന് തന്നെയാണ് നിന്റെ മറുപടിയെങ്കിൽ ഇനി നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അച്ഛാ! ദേവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. ഇതിനുമുമ്പ് പലതവണ അച്ഛനുമായി വഴക്കിയിട്ടുണ്ടെങ്കിലും അയാളുടെ ഇങ്ങനെയൊരു ഭാവം അവന് അന്യമായിരുന്നു. കാശി മുറിയിലേക്ക് പോയി ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവനൊരു തീരുമാനം എടുത്തു. അത് അച്ഛനെ അറിയിക്കാനും താഴേക്ക് വന്നു. ജഗ്ഗു എത്തിയിട്ടുണ്ട്. 3 പേർക്ക് മുമ്പിലായി വന്ന് നിന്നു. കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. 3 കേട്ട് സത്യമാണെന്നറിയാൻ പരസ്പരം നോക്കി. പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദത്താണ് കാശി. ഞാൻ ഓർത്ത് അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിക്കാൻ വഴിയില്ലല്ലോ എന്ന്. പറ, എന്താ നിന്റെ കണ്ടീഷൻസ്? കേൾക്കട്ടെ. ദേവൻ ഗൗരവത്തോടെ ചോദിച്ചു. 1, എനിക്കിതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ആരെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് മുൻനിർത്തിയാൽ മതി. ഞാൻ കിട്ടിക്കോളാം. പെണ്ണ് കാണാനും പറകിടക്കാനൊന്നും എനിക്ക് വയ്യ. അവൻ്റെ വിചിത്രമായ കണ്ടീഷൻ കേട്ട് 3 പരസ്പരം നോക്കി. അതായത് ആദ്യം ദേവനും ശ്രീദേവിയും തമ്മിൽ നോക്കി. അപ്പോൾ ജഗ്ഗു നോക്കാൻ ആരുമില്ലാതെ അവരെ നോക്കി ശമ്മിയിരുന്നു. പിന്നെ ദേവി അവനെ നോക്കി. അപ്പോൾ ദേവൻ കാശിയെ നോക്കി. ഉടനെ ബാക്കി 2 ദേവനെ നോക്കി. മറുപടി പ്രസംഗത്തിന് സമയമായേ. അത് നടക്കില്ല. അച്ചോ, കാശിയുടെ മുഖം പാടി. എന്നാലും ദേവട്ടിങ്ങനെ അർത്ഥമുറിച്ച് പറയണ്ടായിരുന്നു. അതെന്താ? നിന്നെയും കൊണ്ടില്ലാന്ന് ഞാൻ അവർക്ക് വാക്കൊടുത്തു പോയി. പിന്നെ നീ കുട്ടിയെ കാണാൻ ശരിയാവും. ഇനി കാണുമ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനല്ലേ? അത് വേണ്ട. നിന്റെയാണ് ജീവിതം. നീ തന്നെ തിരഞ്ഞെടുക്കണം. അങ്ങനെ എനിക്ക് തിരഞ്ഞെടുക്കാനായിരുന്നെങ്കിൽ ഞാൻ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചേനെ. കാശി, ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കണ്ടീഷൻ നമ്പർ 2, കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോക്ക് തുടങ്ങിയ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ? അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുക? അതൊക്കെ ഇത്തവണ ദേവിയാണ്. കാശിക്കൊക്കെ കൂടി വട്ടുപിടിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. 3, കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് താമസം മാറും. അവൾക്ക് വേണമെങ്കിൽ കൂടെ വരാം, ഇല്ലേ വേണ്ട. ഞാനെന്തായാലും ഇവിടെ നിൽക്കില്ല. പോരേ പൂരം. ദേവിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അതെന്തായാലും പറ്റില്ല. ആ കുട്ടിയോട് ഒറ്റക്കിട്ട് കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതെന്താ ഇത്? എല്ലാവരും എൻ്റെ കാശിയെ കളിയാക്കുന്നു. ആകെ 3 കണ്ടീഷനേ പറഞ്ഞുള്ളൂ. അത് 3 പറ്റില്ല എന്ന് പറഞ്ഞ് നിഷ്കരണം തള്ളി. ദിസ് ഈസ് നോട്ട് ഫെയർ ദേവേട്ട. എന്താ നോക്കിക്കുന്നത്? പ്രതികരിക്കൂ കാശി, പ്രതികരിക്കൂ. എവിടെ? എല്ലാവൻ ദൂരേക്ക് മിഴികൾ നട്ട് നിൽക്കുക. ഇനി അവിടെ മിഴിമരം മുളച്ചു വരുമോ എന്തോ. അമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെയാ, അങ്ങോട്ട് നോക്കില്ല. എന്നാൽ നിറയാതെ നോക്കൂ. കാശിയുടെ നിസ്സായാവസ്ഥ കണ്ട് ദേവൻ തന്നെ പരിഹാരം പറഞ്ഞു. ഇല്ലെങ്കിൽ ഇനി രാത്രി രാമാനെ വിളിച്ചുകൂടിയാലോ ഒറ്റയ്ക്ക്? ശരി, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൂടുതൽ ഇടപെടണ്ട. പക്ഷെ കുട്ടിയെ കാണാൻ നീ വരണം. നിനക്ക് കാണണമെങ്കിലും അവർക്ക് നിന്നെ കാണണമല്ലോ. പിന്നെ വിരുന്നിന് പോകുന്ന കവളുമായിട്ട് ആലോചിച്ച് അവരുടെ ബന്ധുക്കളുടെ അടുത്ത് മാത്രം പൊക്കോ. ഇവിടുത്തെ ബന്ധുക്കളുടെ അടുത്തൊന്നും പോകണ്ട. ഇനി അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന കാര്യം. ഒന്നാമത് ആ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ടും തനിച്ചായ കുടുംബം നോക്കാനും പഠിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. എന്നിട്ട് പോകണമെന്ന് 2 പേർക്കും തോന്നുകയാണെങ്കിൽ പോയിക്കോ. കാശി ഒന്ന് അയഞ്ഞിട്ടുണ്ട്. എന്നാലും മുഴുവൻ തെളിച്ചമില്ല. സാറില്ല, സമയമുണ്ടല്ലോ. മുഴുവൻ തെളിയിക്കാൻ ദേവട്ടം മനസ്സിലോർത്തു. എന്നാൽ ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ആ കെട്ടാൻ പോകുന്ന കുരിപ്പിനെ കൊണ്ട് ഫ്ലാറ്റിലേക്ക് മാറാൻ സമ്മതിപ്പിക്കണമെന്നായിരുന്നു കാശിയുടെ മനസ്സിലെ കണക്കൂട്ടൽ. ബാക്കിയൊക്കെ അവന് സമ്മതമായിരുന്നു. വൈകിട്ട് കോളേജ് വിട്ട് കഴിഞ്ഞ് അവിടെയുള്ള പാറപ്പുറത്തിരുന്ന് വായി നോക്കിയാണ് കല്ലുവും കൂട്ടരും. എല്ലാവർക്കും അത് വലിയ റോക്ക് ഗാർഡനൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്കത് പാറപ്പുറ. പിന്നെ വായി നോട്ടെന്നൊക്കെ ഒരു ഗുമ്മിന് പറഞ്ഞാൽ അവിടെയെങ്കിലും ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ല നോക്കാൻ. എല്ലാവരും വീട്ടിൽ പോയി. പോരാത്തിന് ഫൈനൽ ഇയർ ഗേൾസിനെ സംബന്ധിച്ച് നോക്കാൻ ആരുമില്ലല്ലോ. പിന്നെ മീനൂട്ടി ജൂനിയർ പിള്ളേരെയൊക്കെ നോക്കി നിർവൃത്തി അടയുന്നു. നാളെ പെണ്ണാണ് വരുന്ന ഉറപ്പാണ് കല്ലു? അച്ഛൻ പറഞ്ഞു. നാളെ രാവിലെ തന്നെ വന്നേക്കണ 2 ആളും. അതൊക്കെ വരാം. കൂടെ കൂട്ടുകാരൊക്കെ കാണായിരിക്കും അല്ലേ? അതൊന്നും അറിഞ്ഞൂടാ.
നീ കണ്ടോ ആളെ? ഇല്ല, നാളെ വരുമ്പോ കാണാലോ. അതല്ലേടി, ഫോട്ടോ കണ്ടില്ലേ? ആദ്യപ്പോ അന്നിക്കാരും പറഞ്ഞ പിന്നെ ആരും ഇതേ പറ്റിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഫോട്ടോ വയ്ക്കാനൊന്നും പോയില്ല. ഇന്നിപ്പോ പെട്ടെന്ന് വിളിച്ചിട്ട് നാളെ പെണ്ണാണ് അവരെന്ന് പറഞ്ഞു. പിന്നെ നീ എന്തെങ്കിലും സമ്മതിച്ചേ? ആര് സമ്മതിച്ചു? ഇത് പെണ്ണുകാണല്ലേ, കല്യാണം എന്നല്ലല്ലോ. അവര് കണ്ടിട്ട് പോയിട്ട് പ്രൊസീഡ് ചെയ്താ നീ സമ്മതിക്കും അല്ലേ? അതിപ്പോ ഭാര്യൻ്റെ ഇത്ര കോൺഫിഡൻ്റ് പറയുന്ന സ്ഥിതിക്ക് ആള് മോശക്കാരനാവും തോന്നുന്നുണ്ടോ? ദേവനങ്കിളുടെയും ആന്റിയും ചെക്കുവിനെ എനിക്കറിയാലോ. വീട്ടിലെല്ലാവർക്കും സമ്മതം. പിന്നെ എനിക്ക് കറക്റ്റ് മാച്ച് ആവുന്നല്ലേ ഭാര്യയിട്ട് എനിക്ക് വേണ്ടി കണ്ടുപിടിക്കും. അതുകൊണ്ട് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൂട്ടുകാരോട് അങ്ങനെയൊക്കെ പറഞ്ഞ് പിരിഞ്ഞെങ്കിലും അച്ഛനോട് ഇതേപറ്റി സംസാരിക്കാൻ തന്നെ കല്ലു തീരുമാനിച്ചു. വൈകിട്ട് ഒഴിവു നേരം നോക്കി കല്ലു ബാലേട്ടന്റെ മുറിയിലേക്ക് ചെന്നു. എന്തോ വർക്കിലായിരുന്നെങ്കിലും വാതിൽക്ക് നിൽക്കുന്ന കല്ലുവിനെ അയാൾ കണ്ടിരുന്നു. ആ എന്താ കല്ലൂട്ട അവിടെ തന്നെ നിന്നളഞ്ഞ്? എന്തോ ചോദിക്കാറുണ്ടല്ലോ, വേഗം വന്ന് ചോദിക്ക്. കല്ലു അയാൾക്കടുത്തായിരുന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല. സസ്പെൻസ് ഇടാന്ന് ചോദിക്ക് കല്ലു. അതെ ബാലേട്ടാ. നിനക്ക് നാണോ? അപ്പൊ ഇത് കാശിയുടെ കാര്യമായിരിക്കല്ലേ? എന്തുകൊണ്ടാ ബാലേട്ട എനിക്ക് വേണ്ടി കാശിയെ ചൂസ് ചെയ്തേ? അത് അവനൊരു യാത്രാഭ്രാന്തര. നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നീ ഇട്ടിട്ടുണ്ടല്ലോ, ലിവിങ് ടു റൈഡ്, ട്രാവൽ ഉയർന്നൊക്കെ. അത് കണ്ടിട്ടാണോ? അത് പിന്നെ ബാലേട്ട അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അല്ലാതെ ഞാൻ ഈ പഞ്ചായത്ത് വിട്ട് പുറത്തു പോയിട്ടില്ലെന്ന് ബാലേട്ടിന് അറിഞ്ഞൂടെ? അറിയാലോ, ഞാൻ വെറുതെ പറഞ്ഞാടി. ആണോ? കാശിയെ പോയി വാങ്ങഴിപ്പിക്കാനുള്ള കാരണമൊക്കെ ബാലൻ അവളോട് പറഞ്ഞു. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? കല്ലുവിന്റെ കിളിയൊക്കെ പോയി തോന്നുന്നു. മോളെ, എല്ലാവർക്കും അവൻ്റെ യാത്രാപരാധനായിരിക്കും, കുടുംബത്തോട് സ്നേഹമില്ലാത്തവനായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് ദൈവം പോലും മനസ്സിലാക്കിയിട്ടില്ല. അവൻ്റെ യാത്രകളൊക്കെ എന്തിൽ നിന്നൊക്കെ ഓടി ഒളിക്കാനുള്ള മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ വിചാരിക്കുന്നുണ്ടാവും ദേവന്റെ സ്വത്തൊക്കെ ദൂർത്തടിച്ചെടുക്കുന്ന താന്തൂന്നിയായ ഒരുത്തരാണ് കാശിന്ന്. എന്നാൽ അങ്ങനെയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടന്നു കിടക്കുന്ന ദേവന്റെ കമ്പനിയിൽ വേറൊരു എംപ്ലോയി മാത്രം അവൻ്റെ പഠിപ്പ് തീർന്ന അന്ന് തന്നെ അവനെ MD സീറ്റിൽ കൊണ്ടിരുത്തിയ ദേവൻ. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവിടെ നിൽക്കണമെങ്കിൽ ശമ്പളത്തിന് ജോലിയാണെന്ന് വാശി പിടിച്ചു. അന്ന് ഞാനും കൂടി ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ച്. പിന്നെ ഓരോ ട്രിപ്പിനും പോകേണ്ട കാശാകുമ്പോൾ ലീവ് എടുത്ത് ഒറ്റ പോക്കും. അതുകൂടാ കൂട്ടുകാരോടൊപ്പം എന്തോ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലാഭം കൊണ്ട് ടൗണിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി താമസം അവിടേക്ക് മാറി. കുടുംബത്തിന് മുമ്പിൽ അവൻ ദേഷ്യക്കാരനും താന്തോന്നിയാണെങ്കിലും പലപ്പോഴും അവരറിയാതെ അവരെ കെയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോഴേക്കും എന്നോട് യാത്ര പറയാൻ വരും. വന്നാൽ പറയാൻ ഒരേ ഒരു കാര്യമുള്ള അവന്, അച്ഛനെയും അമ്മയും അനിയനെയും ശ്രദ്ധിക്കണമെന്ന്. അവൻ ആത്മാഭിമാനമുള്ളവനാ മോളെ. എനിക്കവൻ മകൻ തന്നെയാണ്. ഈ വിവാഹാരെയും വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേർക്ക് ഈ രണ്ട് കുടുംബങ്ങൾക്കും ഇത് നല്ല ഫലമേ ചെയ്യൂ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? കള്ളി ചിരിച്ചുകൊണ്ടില്ലെന്ന് തലയാട്ടി. എന്നാ പോയി കിടന്നുറങ്ങ്. ഓക്കെ, ഗുഡ് നൈറ്റ് പാരേട്ടാ. ഗുഡ് നൈറ്റ് മോളു. പിറ്റേന്ന് രാവിലെ തന്നെ അച്ചുവും മീനുവും വന്നു. കാപ്പി കുടിച്ചു കഴിഞ്ഞ് രാധു കല്ലുവിനെ ഒരുങ്ങാൻ പറഞ്ഞയച്ചു. പുറകെ വാലുകളും പോയി. കുറച്ചു കഴിഞ്ഞ് രാധു വന്ന് നോക്കുമ്പോഴും മൂന്നു കൂടി അങ്ങനെ തന്നെ കത്തിയടിച്ച് നിൽക്കുന്നുണ്ട്. എന്റെ കൊച്ചെ, അവരിപ്പം ഇങ്ങനെ എത്തും, നീ എന്നാ ഒരുങ്ങാത്തേ? പറ്റിയ രണ്ടെണ്ണത്തിനെ ഒരുക്കാൻ ഞാൻ പറഞ്ഞു വിട്ട്. പോയി വേഗം കുളിച്ചു വന്നേ, ഞാനിത് ഉടുപ്പിക്കാം. കയ്യിലിരുന്ന സാരി രാധു കട്ടിലേക്ക് വെച്ചു. അത് കണ്ട് കല്ലുവിന്റെ കിളി പോയി. ഇതെന്താ സാരിയോ? എന്തേ, കണ്ടിട്ട് നിനക്ക് അരിവുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇതുടുത്താണോ ഞാൻ നിൽക്കണ്ടേ? ആദ്യം ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? ഒന്ന് പോയമ്മേ, എനിക്കങ്ങ് വയ്യ ഈ പട്ടുചേല ചുറ്റി അവിടെ മുമ്പിൽ പോയി നിൽക്കാൻ. പിന്നെ നീ കുട്ടി നിക്കറും പനിയിട്ട് പോയി നിൽക്കാൻ പോവാണോ? കല്ല് സ്വയം ഒന്ന് നോക്കി. മുട്ടിനെ മുട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഷോർട്സും മൈ ലൈഫ് മൈ റൂൾസ് എന്നെഴുതിയ ബനിയനും. തലമുടി എണീറ്റപ്പോൾ ഒന്ന് വാരിക്കെട്ടി മണ്ടയ്ക്ക് വെച്ച് കുറച്ച് താഴോട്ടായി ഇരിപ്പുണ്ട്. മാലാവള, കമൽ തുടങ്ങിയ ആഭരണാദികളൊന്നും തന്നെ ഇല്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാൽ മതി എന്നെ. ഞാൻ വല്ല പറഞ്ഞാൽ കൂടിപ്പോ. പോയി കുളിച്ചിട്ട് വന്നിട്ട് എടുക്കരി. അമ്മ എന്ന കുർത്തിയും ലെഗിൻസും സമ്മതിച്ചോ? പറ്റില്ല. അച്ചുവും മീനും ടെന്നീസ് കളി ഗ്യാലറിയിൽ നിന്ന് കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. എന്നാ ചുരിദാർ പ്ലീസ് അമ്മ. ശരി, സാരി വേണ്ട. അരമാരി നിന്റെ ദാവണി ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുത്തോണ്ട് വാ. അമ്മേ മിണ്ടാതിരടി, ഞാൻ അരമണിക്കൂർ കഴിയുമ്പോൾ വരും. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ് നിന്നേക്കണം, കേട്ടല്ലോ? നിങ്ങളോടും കൂടിയാ. മൂന്നും തലയാട്ടി വിട്ടു. പിന്നെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. കുളിക്കുന്നു, ഒരുക്കുന്നു. ഓഫ് വൈറ്റ് പീച്ച് കോംബോ ദാവണിയും, കഴുത്തിൽ പാലക്കാമാലയും, കയ്യിലോരോ പാലക്കാവളകളും, കാതിൽ അത്യാവശ്യം വലിയ ജിമിക്കിയും ഇട്ടു. കണ്ണുകൾ വാലിട്ട് നീട്ടി എഴുതി. ഗോൾഡൻ കല്ലിന്റെ പൊട്ടും തൊട്ടു. മുടി കുളിപ്പിന്നലിട്ടു. ആള് റെഡി. ഇനി കുറച്ച് നാണുകൂടി മുഖത്ത് ഫിറ്റ് ചെയ്തോ. സെറ്റ്. രാധു വന്ന് അവളെ കണ്ട് സന്തോഷമായി. ഇപ്പൊ കണ്ട ആർക്കും ഇഷ്ടപ്പെടും. മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടോ രാധു അങ്ങോട്ട് ഓടി. അവളുടെ കല്ലുവിന് കയ്യും കാലും വിറക്കുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. എത്ര വലിയ ചട്ടമ്പിയാണെങ്കിലും ഈ കാര്യം വരുമ്പോൾ ധൈര്യമൊക്കെ എവിടെ പോകുന്നോ എന്തോ. താഴെ നിന്ന് സംസാരം അവളൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവൾക്കുള്ള വിളി വന്നു. അവള് പുറകിലേക്ക് ഓടി. എടി അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. രണ്ടും കൂടി അവളെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോയി.
താഴെ ചെന്ന എല്ലാവരും ഡീസൻ്റായി. എന്തായാലും ഈ കോലം കിട്ടിയ സ്ഥിതിക്ക് അതിന് പറ്റിയ എക്സ്പ്രഷൻ ഇടണമല്ലോ. അതുകൊണ്ട് കല്ലു നമ്രമുഖിയായി നിലത്ത് കളം വരയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും കണ്ണും തള്ളി അവളെ നോക്കി. കാശി മാത്രം തലവനിച്ചിരുന്നുകൊണ്ട് കണ്ടില്ല. നീ എന്താ കാശി ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് പെൺകുട്ടി, നന്നായിട്ട് നോക്കിക്കോ. ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത്. ദേവൻ പറയുന്ന കേട്ട് കാശി പതിയെ തലയുയർത്തി നോക്കി. ഇതേ സമയം കല്ലുവും തലയുയർത്തി. അവൻ നോക്കുമ്പോൾ അവളുടെ മുഖം കാണണല്ലോ. ഇങ്ങനെ നിന്നാ നെറുകിയ സ്ഥലം വേണ്ടിയിട്ട് പോകേണ്ടി വരും. കാശിയുടെ കണ്ണുകൾ കല്ലുവിൽ പതിയുന്നു, കല്ലുവിൻ്റെ കണ്ണുകൾ കാശിയിലും. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. ടും ടും ടും. 8, 9, 10. ആ ഒരു 10 സെക്കൻഡ് നേരം കണ്ണുകൾ ഉടക്കി നിന്നു. അവൻ്റെ മാത്രം കണ്ണുകൾ. അവളുടെ കണ്ണുകൾ ആ സമയം അവൻ്റെ മുഖമാകെ ഓടി നടക്കുകയായിരുന്നു. നീണ്ട മുടിയിഴകൾ കണ്ണിലേക്ക് പാറി വീഴുന്നു. കട്ടിയിൽ വടിവത്ത പുരികക്കൊടികൾ, നീണ്ട മൂക്ക്, ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മീശയും താടിയും. മുഖമാകെ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് അവിടെ കണ്ണുകൾ വീണ്ടും അവൻ്റെ കണ്ണുകളിലേക്ക് പോയി. നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്ന കണ്ണുകൾ. ഇവനാണോ ഈ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ? അവന് രാജകുമാരി ഉണ്ടല്ലോ. ആ രാജകുമാരിയാണോ കല്ലു? മോൾ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ. നശിപ്പിച്ചു. ദേവിയാൻ്റെ ആ കണ്ണുടക്കലിനെ തടസ്സപ്പെടുത്തി. അല്ലേ ദേവേട്ട, കഴിഞ്ഞ അവണെ കണ്ടതിനേക്കാൾ ഒരുപാട് മെലിഞ്ഞു പോയി. അതെ അതെ. ദേവേട്ടൻ കട്ട സപ്പോർട്ട്. ഇവളൊന്നും കഴിക്കുന്നില്ലേ രാധു? ആന്റി എണീറ്റ് വന്ന് കല്ലൂനെ പിടിച്ച് രാധുവിനോട് ചോദിച്ചു. എന്താ പറയാ, വല്ലതും നുള്ളി പെറുക്കി തിന്നാറായി. പറഞ്ഞാ കേക്കണ്ടേ? രാധു താടി കൈ കൊടുത്തു. ഷോ സാഡ്. അമ്മമാർക്ക് ഈ ദേശീയ ഡയലോഗ് വെറുതെ വെച്ച് കീച്ചാൽ മതി. കഴിഞ്ഞ ആഴ്ച തയ്പ്പിച്ച ബ്ലൗസ് ഇന്നെടുത്തിട്ട് വലിച്ചേറ്റാൻ പെട്ട പാട് കല്ലൂന് മാത്രമേ അറിയൂ. എന്നിട്ടാണ് ക്ഷീണിച്ചെന്ന്. പിന്നെ അവളെയും കൂടി ദേവി അടുക്കളയിലേക്ക് പോയി. രാധുവിനൊപ്പം അതുകൊണ്ട് അച്ചുവും മീനും പുറകെ പോയി. അങ്ങനെ സ്ത്രീജനങ്ങളെല്ലാം അടുക്കളയിലെത്തി. ഈ ഗ്യാപ്പിൽ യദുവും ജഗ്ഗും കൂടി കാശിയെ കുത്തിപ്പൊക്കി പുറത്തിയാടി. അച്ഛന്മാരെന്തോ ചർച്ചിക്കാൻ തുടങ്ങി. അംബാനിയെ തോൽപ്പിക്കാൻ 101 വഴികൾ ആലോചിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ഉച്ചമുക്കാലാവാറായി. എന്നാ പിന്നെ ഉണ്ടിട്ടാവും ബാക്കി. പറയേണ്ട താമസം. എല്ലാവരും കൈ കഴുകിയിരുന്നു. അതിനു വേഗത്തിൽ ചോറും കറികളും നിരന്നു. രാധു കല്ലൂനെ കാശിയുടെ അടുത്ത് നിർത്തി. അവന് വിളമ്പി കൊടുക്കാൻ പറഞ്ഞ് കണ്ണുരുട്ടി. അവൻ തലയുയർത്താതിരുന്ന് ഉള്ളിപ്പെറുക്കുന്നു. ആരോട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. മോനെന്തൊന്ന് കഴിക്കാത്തെ? കറിയൊന്നും ഇഷ്ടായില്ല എന്നുണ്ടോ? കല്ലു ഇടപെടാതെ നിൽക്കുന്ന കണ്ട് രാധു ഇടപെട്ടു. നോക്കിക്കാൻ മോനെ കറി ഒഴിച്ചൊരു കല്ലു. വേണ്ട മതി. ഇനി ഒഴിച്ചയിലേൽ ബണ്ട് കെട്ടിവെക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ചോറ് മുങ്ങിത്തപ്പിയാണ് എടുക്കുന്നത്. കഴിക്കും മോനെ, കറിയൊക്കെ കല്ലു വെച്ചതാ. ഞെട്ടിയോ? ഞാൻ ഞെട്ടി. കാശ് ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടി. ഏത് കടുക് പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ നിലത്ത് വെച്ച് ചവിട്ടി പൊട്ടിച്ച് എന്നെ മോളെപ്പറ്റി തന്നെയല്ലേ ഇവള് പറയുന്നതെന്ന് ബാലേട്ടൻ ആത്മ. അതോടെ രാധു തള്ളു നിർത്തി. ഒരു ദിവസം തള്ളുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ ഒരാഴ്ചത്തേക്കുള്ളതായി. ഇനി വയ്യ. ഊണ് കഴിഞ്ഞത് വന്നവർ യാത്ര പറഞ്ഞു പോയി. കല്ല് ഓടിപ്പോയി ദാവണി മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് ശ്വാസം ഒന്ന് നേരെ വലിച്ചു വിട്ടു. എന്തൊരാശ്വാസം. കുറച്ച് കഴിഞ്ഞ് കൂട്ടുകാരികൾ ടാറ്റ പറഞ്ഞു പോയി. കാശിയുടെ കൂട്ടുകാരൊന്നും കൂടെ വരാത്തതിൽ മീനൂട്ടിക്ക് നല്ല സങ്കടമുണ്ട്. വീടിന്റെ മുറ്റത്ത് കാർ നിർത്തി എല്ലാവരും ഇറങ്ങിയതും കാശി വണ്ടി തിരിച്ചു. നീ ഇതെങ്ങോട്ടാ? സായി കാണാം. ഫ്ലാറ്റിലേക്കാണോ? പോകുന്നൊക്കെ കൊള്ളാം. പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം. അവിടെ ചെന്ന് നിന്റെ ഫ്ലാറ്റ് കാണുമ്പോൾ അവിടെ കൂടാന്നൊന്നും തോന്നരുത്. ഇല്ല, അവരെ കണ്ടിട്ട് തന്നെ വരാം. കാശി ഗൗരവത്തിലാണെങ്കിലും അവർ പറയുന്നൊക്കെ അനുസരിക്കുന്ന ആദ്യമായിട്ടായിരുന്നു. ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്ന പുള്ളി കലിപ്പിട്ട് നിൽക്കുന്നുണ്ടാണെന്നാണ്. കോമ്പൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങിയിടക്കുമ്പോൾ മഴ ചാറി തുടങ്ങിയിരുന്നു. അവൻ വേഗം ഉള്ളിലേക്ക് ഓടിക്കയറി. ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ ഡോർ തുറന്ന സായിയാണ്. ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് നടക്കുന്ന കാശിയെ നോക്കി അവൻ ഡോർ അടച്ചു. കാശി അകത്ത് ലിവിംഗ് റൂമിൽ ഗിറ്റാർ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കിരണിന്റെ എതിർവശത്ത് ചെന്നിരുന്നു. സായി കിരണിന്റെ അരികിൽ ഇരുന്നു. കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് കാശി ഒന്നും മിണ്ടാത്ത ആലോചിച്ചിരിക്കുന്ന കണ്ട് സായി ചോദിച്ചു, എന്തായി മോനെ കല്യാണം മുടക്കാൻ പോയിട്ട്? മുടക്കാനോ? കിരൺ സായിയും കാശിയും മാറി മാറി നോക്കി നെറ്റി വിളിച്ചു. അല്ലാ പിന്നെ നിനക്ക് വന്നുണ്ടോ? ഇപ്പൊ പെണ്ണിട്ടൊന്ന്. സായി കിരണിന്റെ നേരെ തിരിഞ്ഞു. അതില്ല. അതാ ഞാൻ ചോദിച്ചത്. നീ നടന്നും മിണ്ടാത്ത നിന്റെ അണ്ണാക്കിൽ പിരിവിട്ടിരിക്കുകയാണോ? അതെ, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. അത് നടക്കില്ലടാ. കാശി അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. എന്ത് കല്യാണം? അത് നല്ലതല്ലേ? അതിനെടാ നീ ശ്രമിച്ചത്. എടാ സായി, നീ ഒന്ന് തെളിച്ചു പറ. എങ്ങനെ മുടക്കുന്ന പറയുന്നത്? എടാ, ഇന്നലെ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് പെണ്ണിട്ടെന്ന് അവിടെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് മുടക്കാനായിരുന്നു അവൻ്റെ പ്ലാന്. അത്രയും എനിക്കറിയൂ. ബാക്കി നീ അവനോട് ചോദിക്കുക. ബാക്കി പറ കാശി, നീ മുടക്കിയോ? അങ്ങനെ മുടക്കാൻ പറ്റില്ലടാ. അതെന്താ? അത് അവള് ബാലനങ്ങളുടെ മോളാ. ഏത്? നിന്റെ ഗോഡ് ഫാദർ ബാലനങ്ങളുടെയോ? എന്നിട്ടെന്താ? അതിന് മുടക്കാൻ പറ്റില്ല. അന്നേരം അവൻ്റെ മുഖം കണ്ടിട്ട് അവർക്ക് ചിരി വന്നു. അപ്പൊ നീ അവളെ കെട്ടാൻ തീരുമാനിച്ചോ? കിരൺ ചിരി അടുക്കി പിടിച്ച് ചോദിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ലടാ. ഇതിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, ഇന്ന് അവരെല്ലാം സംസാരിച്ചെല്ലാം ഉറപ്പിച്ച പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചെന്ന് കണ്ടില്ലായിരുന്നെങ്കിലും അവരിത് നടത്തിയേനെന്നാ.
ആ അതൊക്കെ പോട്ടെ, നീ വിഷമിക്കണ്ട. ഡാ എന്നാലും നിന്റെ ബാലനങ്ങളുടെ മോളല്ലേ, പുള്ളിയെ പോലെ തന്നെ പൊളിയായിരിക്കും ആള്. നിനക്ക് ചേരും. കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നില്ലടാ. ഇന്ന് തന്നെ ഒരു ദാവണിയും ചുറ്റി നിലത്ത് കളക്ക് വരച്ച വന്നിന്ന് തന്നെ പാചകത്തിലൊക്കെ ആ കമ്പം തോന്നുന്നു. ഏതോ കറിയൊക്കെ അവൾ ഉണ്ടാക്കിയാണെന്ന് അവിടെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് നല്ല അടക്കമൊതുക്കുള്ള പെൺകുട്ടി കിട്ടുന്നൊരു ഭാഗ്യമല്ലേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.